ഹായ് 6 സെന്റ് പ്ലോട്ടിന് വേണ്ടി നിർമ്മിക്കുന്ന 1610 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ പ്ലാനും ഡിസൈനും അതോടൊപ്പം തന്നെ ആ ഒരു വീട് നിർമ്മിക്കാനായിട്ട് എത്ര ചെലവ് വരും എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഞാൻ ഹനീഫ്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തൃശ്ശൂർ നാളെ ജില്ലകളിലാണെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത് നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനും വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്തിട്ട് നമ്മളിൽ കോൺടാക്ട് ചെയ്താൽ മതി. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു വീടിന്റെ 3D പ്ലാൻ ഒന്ന് കാണാം. ഈ ഭാഗത്തായിട്ട് സെറ്റ് ഔട്ട് വരുന്നുണ്ട്. സെറ്റ് ഔട്ട് ഒന്നും ഈ ഒരു ലിവിംഗ് ഏരിയ ആണ് അടുത്തത്. ഇവിടെ ആയിട്ട് ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ കിച്ചൺ വർക്ക് ഏരിയ കാണാവുന്നതാണ്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടൊരു സ്റ്റഡി റൂം കാണാവുന്നതാണ്. ഇവിടെ ആയിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ റൂം വരുന്നുണ്ട്. ഇത് ഈ വീടിന്റെ 2D പ്ലാൻ ആണ്. 1250 സ്ക്വയർ ഫീറ്റ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത്. ഇവിടെ ആയിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. 370 140 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. അടുത്ത ലിവിംഗ് ഏരിയ ആണ്. 360 378 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ സൈസ്. ഇവിടെ ആയിട്ട് ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ കിച്ചൺ വർക്ക് ഏരിയ കാണാവുന്നതാണ്. ഇവിടെ ഒരു സ്റ്റഡി റൂം കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 360 350 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ സൈസ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 360 300 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ സൈസ്. അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാൻ ആണ്. 332 സ്ക്വയർ ഫീറ്റ് ആണ് ഫസ്റ്റ് ഫ്ലോറിന്റെ ഏരിയ വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു അപ്പർ ലിവിംഗ് സ്പേസും ബാൽക്കണിയാണ് നൽകിയിട്ടുള്ളത്. വീടിന്റെ പ്ലാനും ഡിസൈനും കണ്ടല്ലോ. നമുക്ക് ഈ ഒരു വീട് നിർമ്മിക്കാനായിട്ട് എത്ര കോസ്റ്റ് വരും എന്നുള്ളത് നോക്കാം. ഇതൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള റേറ്റ് എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. കേരളത്തിൽ ഇപ്പോൾ എല്ലാ ജില്ലകളിലും കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. എങ്കിലും ഒരു ആവറേജ് റേറ്റ് എന്നുള്ള രീതിയിൽ പരിഗണിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിലിപ്പോൾ 1250 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത്. നമ്മൾ ഫൗണ്ടേഷൻ ആ ഒരു ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് വരുന്നത്. 4,96,000 രൂപയാണ് ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. ഇത് സാധാരണ നമ്മൾ ചെയ്യുന്ന റബിൾ ഫൗണ്ടേഷന്റെ റേറ്റ് ആണ് ഇതിൽ പറയുന്നത്. ഇത് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 21,000 രൂപ എർത്ത് വർക്കിന്റെ കോസ്റ്റ് വരുന്നുണ്ട്. 2,19,000 രൂപ കരിങ്കല്ലിന്റെ വർക്ക് റബിൾ വർക്ക് വരുന്നുണ്ട്. 1,00,000 രൂപയോളം ബെൽറ്റ് കോൺക്രീറ്റിന്റെ കോസ്റ്റ് വരും. എർത്ത് ഫില്ലിങ് 76,000. അതിന് മുകളിൽ വരുന്ന കോൺക്രീറ്റ് 71,000 രൂപ. അപ്പോൾ ഈ എർത്ത് ഫില്ലിങ്ങിന്റെ കാര്യം നമുക്കിപ്പോൾ മിക്കവാറും സൈറ്റിൽ നിന്ന് തന്നെ ആ ഒരു മണ്ണ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് നമുക്ക് ഉണ്ടാവില്ല. അതിന്റെ ലേബർ കോസ്റ്റ് മാത്രമേ നമുക്ക് ഇതിൽ വരുള്ളൂ. അപ്പോൾ ആകെ നമുക്ക് 4,96,000 രൂപ ഫൗണ്ടേഷന്റെ കോസ്റ്റ് പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. അടുത്തതായിട്ട് ബ്രിക്ക് വർക്ക് 5,27,000 രൂപയോളം ബ്രിക്ക് വർക്ക് വരും. ലിൻഡൽ സൺഷെയ്ഡ് 2,10,10,000 രൂപയോളം അതിന്റെ കോസ്റ്റും പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് റൂഫ് സ്ലാബ് 4,74,000 രൂപ മെയിൻ വാർക്കയുടെ കോസ്റ്റും. അപ്പോൾ അങ്ങനെ ആകെ നമുക്ക് 17 ലക്ഷം രൂപയോളം ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നുണ്ട്. അടുത്തതായിട്ട് പ്ലാസ്റ്ററിങ് 3,83,000, പെയിന്റിങ് 2,92,000, ടൈല് 2,98,000, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിങ് 2,89,000 രൂപ, ഡോർസ് ആൻഡ് വിൻഡോസ് 4,32,000. പിന്നെ ഒരു 75,000 രൂപയോളം എക്സ്ട്രാ ചെലവുകൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകെ നമുക്ക് ഈ ഒരു വീട് നിർമ്മിക്കുന്നതിനായിട്ട് 34,81,000 രൂപ ടോട്ടൽ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇനി സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ 2,160 രൂപയാണ് ഇതിൻ്റെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. ഇതൊരു ഫിക്സഡ് ആയിട്ടുള്ള സ്ക്വയർ ഫീറ്റ് റേറ്റ് ഒന്നും അല്ല. നമ്മൾ അങ്ങനെ വർക്ക് ചെയ്യാറുമില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യാനും പറ്റുകയില്ല. നമ്മൾ ഫിക്സഡ് റേറ്റ് പറഞ്ഞിട്ട് എല്ലാ വീടുകളും ആ ഒരു റേറ്റിൽ ചെയ്യാനായിട്ടൊന്നും പറ്റില്ല. നമ്മൾ വിളിക്കുന്ന ആളുകൾ അതിൽ മിക്ക ആളുകളും ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് ഈ സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണ് എന്നുള്ളത്. അത് നമ്മളങ്ങനെ സ്ക്വയർ ഫീറ്റ് റേറ്റിനല്ല വർക്ക് ചെയ്യുന്നത്. കൃത്യമായിട്ട് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ട് റേറ്റ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. മിക്കവാറും ഒരു 2,000 2,100 കൂടുതൽ വർക്കുകളിലും ഈ പറഞ്ഞൊരു സ്ക്വയർ ഫീറ്റ് റേറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് കിട്ടുന്നത്. അതിപ്പോൾ 2,000 താഴെയും വന്നിട്ടുണ്ട്, 2,200 മുകളിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ പ്ലാൻ, അതിൻ്റെ ഡിസൈനുകൾ, സൈറ്റ് കണ്ടീഷൻ ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ വീടിൻ്റെ പ്ലാൻ 3D പെർമിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വീടിൻ്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച് വീഡിയോസ് ആണ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. വിഷയങ്ങളിലേക്ക് ഇതുപോലുള്ള ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.